ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. താല്പര്യ സംരക്ഷണവുമായിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയല്ലേ ഇന്ത്യയിലുള്ളത്. കേരളത്തിലെ പോലീസ് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോലീസാ? അതായത് നേരത്തെ പറഞ്ഞത് അത് നിങ്ങൾക്ക് പ്രത്യേക ഒരു പുസ്തകം ഞാൻ ജയിക്കുന്നുണ്ട്. ഭരണവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പോൾ ഇത്ര വ്യക്തമായാൽ മതി. ഭരണകൂടവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പോലീസ് എടുക്കുന്ന മുഴുവൻ നിലപാടിൻ്റെയും ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു തിരിധാരണയൊക്കെ വേണ്ട. അതിന് നയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ചെയ്യണമെന്നെല്ലാം വന്നു. അതിൽ കയറി എങ്ങനെയാ പിടിക്കണ്ട? ഏതാ പത്രം? ഏഷ്യാനാ. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ ഏഷ്യാനിൻ്റെ അജണ്ടയിൽ എന്നെ കൊണ്ടുവരണ്ടെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ അത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള അജണ്ടയാണ്. അത് മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള അജണ്ടയുമാണ്. ആ അജണ്ടയിലേക്ക് എന്നെയും കൂടി ചേർക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നു കേട്ടോ. ഏഷ്യാനെറ്റിനെ പ്രധാനം വന്നോട്ടെ എന്ന് വിമർശിക്കുന്നതൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. വിമർശനമൊന്നുമല്ല ഏഷ്യാനെറ്റിന്. സംഹാരപരമായ നിലപാടാണ്. എന്ത് വിമർശനം? അത് രണ്ടും രണ്ടായിട്ട് കണ്ടാൽ മതി. ഒന്ന് സംഹാരം, മറ്റൊന്ന് വിമർശനം. വിമർശനത്തെ ശരിയായ രീതിയിൽ കാണുക, ഉൾക്കൊള്ളുക, ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. സംഹാരപരമായ നിലപാട് സ്വീകരിക്കുക, അത് തിരുത്താൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ ശ്രമം. നിങ്ങൾക്കതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം. ഇതേവരെയുള്ള നിങ്ങളുടെ എല്ലാ ചിത്രവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാം മൂലധന നിക്ഷേപത്തിൻ്റെ വക്താക്കളെ പറ്റി നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അത്രയും നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. രാജീവ് ഞാൻ പറയുന്നില്ല. കേരളം എന്തിനാ പ്രതിപക്ഷ നേതാവ് നാളെ പറയുന്നത് ഇന്നലെ തന്നെ ഏഷ്യാനെറ്റ് പറയുന്നില്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നാളെ ഏഷ്യാനെറ്റിൽ വരുന്നില്ല. ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്നത് ഇന്നും കഴിഞ്ഞ് നാളെ പ്രതിപക്ഷ നേതാവ് പറയലാണ്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമയെല്ലാം തന്നെയാണ്. അതൃപ്തി ആയിരിക്കും അതൃപ്തിയുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബിഷപ്പുമാരെ വിമർശിച്ചുകൊണ്ടുള്ള സജി ചെറിയാൻ്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് എം വി ഗോവിന്ദന്റെ പ്രതികരണം. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല, പ്രസംഗത്തിനിടയിലെ പ്രയോഗം മാത്രമാണത്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറിയാണ് പറയുക. വിഷയത്തിൽ കേരള കോൺഗ്രസ് എം മാത്രം അഭിപ്രായം പറയേണ്ട കാര്യമില്ല, ഇടതുമുന്നണി അഭിപ്രായം പറയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു.